ഹായ് ഓൾ, ഒരു 2-3 മിനിറ്റ് ചെറിയൊരു കാര്യം പറഞ്ഞിട്ട് പോകാം. യെസ്, 2 ദിവസം മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കാണാനിടയായി. ഒരു 4 വയസ്സുള്ള ഒരു കുട്ടിയുടെ കണ്ണിന് ട്യൂമർ ബാധിച്ച ഒരു തലശ്ശേരിയിലുള്ള ഒരു പൊന്നുമോൻ്റെ ചികിത്സാ ധനസമാഹരണ ഫണ്ടിനായിട്ടുള്ള ഒരു വീഡിയോ ആണ്. 15 ലക്ഷമോ മറ്റാണ്. ആ വീഡിയോയിൽ നിങ്ങൾ സംഘാടകരോടാണ് ഞാനിപ്പം പറയുന്നത്. സംഘാടകർ ഇത് ശ്രദ്ധിച്ച് കേൾക്കുക. എല്ലാ സംഘാടകരും അങ്ങനെയല്ല, ചില സംഘാടകർക്ക് സംഭവം അറിയാം. ആ വീഡിയോയിൽ ആ കുട്ടിയെ നിങ്ങൾ ആദ്യം കാണിച്ചു, കുട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഓക്കെ, നമ്മളൊക്കെ അത് മനസ്സിലാക്കി. അതിനുശേഷം നിങ്ങൾ ആ കുട്ടിയുടെ ഉമ്മാൻ്റെ വീഡിയോ കൂടി നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ ഉമ്മ അതിൽ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, അല്ലേ? ഒന്നിക്കൽ നിങ്ങൾ അങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ഒന്നിക്കൽ അവരുടെ മുഖം ബ്ലറാക്കുക. കാരണം വെച്ചാൽ എല്ലാവർക്കും അവരുടേതായ പ്രൈവസികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലേ? നിങ്ങൾ അതിൻ്റെ പീക്ക് ലെവലിൽ എടുത്തിട്ട് വീഡിയോ ചെയ്യണമെന്നില്ല. നമ്മൾ കേരളക്കാർ എല്ലാവരും നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ആ കുട്ടിയുടെ വിഷമം പറഞ്ഞാൽ തന്നെ എല്ലാവരും സഹായിക്കുന്നതായിരിക്കും. അങ്ങനെയാണ് കേരളക്കാർ, അങ്ങനെയാണ്, അല്ലേ? അപ്പം ഇനിയെങ്കിലും ഇതുപോലെയുള്ള ചികിത്സാ സംബന്ധമായ ഫണ്ട് ശേഖരണത്തിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ചെയ്യുമ്പോൾ ക്യാമറമാൻ, അതുപോലെ തന്നെ അല്ലെങ്കിൽ എഡിറ്റർ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ അവർ ആർക്കാണോ അസുഖം വന്നത് അവരെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ വീഡിയോ ചെയ്യുക. അത് ഓക്കെയാണ്. പിന്നെ അതിന് ശേഷം അവരെ ബന്ധുക്കളും മറ്റവരൊക്കെ ഫേസൊക്കെ കാണിച്ചിട്ട് അവരുടെ എല്ലാ ഇമോഷൻസിൻ്റെയും പീക്ക് ലെവൽ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. എൻ്റെ ഒരു ഇത് പറഞ്ഞതാണ്, ഓക്കെ. കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും അവരുടെ പ്രൈവസികളും കാര്യങ്ങളും ഒന്നുകൂടി പറയുകയാണ്. സോ ഇനിയെങ്കിലും അത് ശ്രദ്ധിക്കുക. ഇനി അഥവാ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടെ മുഖം ജസ്റ്റ് ഒന്ന് ബ്ലർ ആക്കുക. താങ്ക് യു.